സ്നേഹിക്കുന്നവരുടെ ദിനമായിട്ടാണ് ദിനത്തെ കരുതുക. വാലന്റൈൻ പുണ്യവാളൻ തൻ്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിലെ യുവജനങ്ങളെ ഒന്നിപ്പിക്കാതെ രാജാവ് നോക്കിയപ്പോൾ ആരും അറിയാതെ സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചെന്നുള്ളതാണ്. തെറ്റിദ്ധരിക്കരുത്, സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തെ കളപ്പുറമായിട്ട് അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഇന്ന് അത് മാറി മാറി വേറെ രീതിയിലേക്ക് കടന്നു വന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, സ്നേഹത്തിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാൻ എനിക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തിലാകാം, ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിലാകാം, സ്നേഹത്തിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാൻ, സ്നേഹത്തിന് വേണ്ടി മിണ്ടാതിരിക്കേണ്ടി വരുമ്പോൾ, വഴക്കുകൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ശാന്തമാകാൻ വരുമ്പോൾ, സ്നേഹത്തിന് വേണ്ടി ഒന്ന് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ, സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇല്ലാതായി തീരുമ്പോൾ, ശൂന്യവൽക്കരിക്കപ്പെടുമ്പോൾ, എൻ്റെ സ്വാർത്ഥതകൾ മാറ്റിവെക്കുമ്പോൾ, അതാണ് ഈ ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത്. സ്നേഹത്തിന് വേണ്ടി ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ സമയം കൊടുക്കാൻ, ചെലവഴിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ നമുക്ക് ചിന്തിക്കാം. സ്നേഹമായിരിക്കണം നമ്മുടെ ഹൃദയങ്ങളിലെ, നമ്മുടെ കുടുംബങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റുള്ള ലാഭങ്ങളൊന്നുമല്ല, ഞാൻ വിജയിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്നാമനായി എന്നുള്ളതൊന്നല്ല. സ്നേഹം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഞാനിടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ സ്നേഹത്തിന് ഒരു ചാലക ശക്തിയായിട്ട് മാറുന്നു. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാനായിരിക്കുന്ന കുടുംബത്തിലെ സ്നേഹം ഒഴുകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം.